ഹായ്, ഞാൻ ഇന്ന് ഇട്ട ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻ്റാണ് ഈ വീഡിയോയുടെ ആധാരം. വാസ്തവത്തിൽ ഞാൻ എപ്പോഴും അനീഷിനെതിരെ സംസാരിക്കുന്നതിൻ്റെ ഒരു റീസൺ അയാൾ കുട്ടികളെ പറ്റി പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്കറിയില്ല അദ്ദേഹത്തിന് കുട്ടികളില്ല എന്നുള്ളത്. എൻ്റെ ഒരു അറിവിൽ 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് രേവതിയോ മറ്റോ പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ പുള്ളിയോട് ഒരു അകൽച്ചയുണ്ട്. മാനസികമായിട്ട് എനിക്കൊരു ചെറിയ ഒരു നീരസം പുള്ളിയോടുണ്ട്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, കുഞ്ഞുങ്ങൾ എപ്പോഴും 2 പേരും വേണമെന്നുള്ളതാണ്. ഇപ്പോൾ പിരിഞ്ഞാലും സെപ്പറേറ്റഡ് ആയാൽ പോലും കുഞ്ഞുങ്ങളോടൊരു കൺസേൺ ഉണ്ടാകും. ഭാര്യ ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ പോലും കുട്ടികളോട് 2 പേർക്കും പ്രത്യേകിച്ചൊന്നുമില്ല. മിക്ക ഇടങ്ങളിലും നമ്മൾ കണ്ടാൽ മനസ്സിലാകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വഴക്ക്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടികളുണ്ടെങ്കിൽ പുള്ളി കുട്ടികളെ പറ്റി പരാമർശിക്കാത്തത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ കമൻറ്റ് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് പറയണമെന്ന് തോന്നി. അനീഷിന് കുട്ടികളില്ല കേട്ടോ. മൈ റിപ്ലൈ എന്ന് പറഞ്ഞ ഒരാളാണ് കമൻറ്റ് ചെയ്തത്. ഞാൻ എന്തായാലും അതെടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. സോ അനീഷിന് കുട്ടികളില്ല കേട്ടോ. വിവാഹം കഴിച്ച് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വിവാഹമോചിതനായി. ഞാൻ അയാളുടെ നാട്ടുകാരിയാണ്. ബിഗ് ബോസിൽ നിന്ന് വിളി വന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം അയാൾ പറഞ്ഞത് തെറ്റിച്ചാണ്. ബിഗ് ബോസ് തന്നെ ഒരു രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞ കാര്യത്തിൽ അയാൾക്ക് വന്ന തെറ്റ്, അത് തെറ്റാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ അയാൾക്ക് കുട്ടികളില്ല കേട്ടോ. തെറ്റായിട്ട് പ്രചരിപ്പിക്കരുത്. അവൻ്റെ ഫാമിലി നല്ലവരാണ്. പഠിച്ച് വാങ്ങിയ ജോലിയാണ് അവൻ്റേത്. അവൻ അവൻ്റെ ഭാര്യയെ പറ്റിയും കുറ്റം പറഞ്ഞിട്ടില്ല. ആ കുട്ടിയും നല്ലവളാണ്. അവൻ അവിടെ ഒരു സ്ത്രീയോടും അനാവശ്യം പറഞ്ഞിട്ടില്ല. അപ്പം എനിക്കിതൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സത്യമാണെങ്കിൽ നന്ദിയുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനും മറുപടിയുണ്ട്. ഞാൻ ആ നാട്ടുകാരിയാണ്, വിശ്വസിക്കാം. അവരുടെ ഫാമിലി അവൻ്റെ പോലെ തന്നെയാണ്. കുറച്ച് കയ്യകലത്തിൽ തന്നെയേ സൗഹൃദം വെക്കാറുള്ളൂ. ആരെയും ദ്രോഹിക്കുകയോ പരദൂഷണം പറഞ്ഞ് നടക്കുന്നതും കണ്ടിട്ടില്ല. സോ ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതുകൊണ്ട് എനിക്കത് തിരുത്തണമെന്ന് തോന്നി. ഞാൻ കരുതിയത് കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ട് കുട്ടികളെ പറ്റി പറയാതെ ഭാര്യയോടുള്ള ദേഷ്യം കാരണം ഇങ്ങനെ പറയണം. പിന്നെ ഇത്തരം ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. ഓഫ് കോഴ്സ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നും ഉൾക്കൊള്ളണമെന്നും ഇല്ല. അതൊരു വാസ്തവമാണ്. ഏതായാലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം മാപ്പ് ചോദിക്കുന്നു. ഐ എം സോറി ഫോർ ദാറ്റ്. എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാർട്ട്ണറുമായിട്ട് തെറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികം. നമുക്ക് ഇഷ്ടപ്പെടാതെ വരികയും 2 വ്യക്തിത്വങ്ങളാണ്, ഡിഫറെൻറ്റ് വ്യക്തിത്വങ്ങളാണ്, തമ്മിൽ പിരിയുക സ്വാഭാവികമാണ്. അതൊരു വലിയ കാര്യമൊന്നുമല്ല. പരസ്പരം ഇഷ്ടപ്പെടായിക വന്നാൽ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്ന് വന്നവരാണല്ലോ. പിരിയുക സ്വാഭാവികമാണ്. അതിനുശേഷം കുട്ടികളുണ്ടായതിന് ശേഷമാണ് നമ്മൾ പിരിയുന്നതെങ്കിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് കുഞ്ഞുങ്ങളോട്. അത് നിർവഹിക്കാത്തവരോട് എനിക്ക് പുച്ഛവും വെറുപ്പുമാണ്. അത് ചിലപ്പം എനിക്ക് ചുറ്റുമുള്ളവരിലോ ഒക്കെ ഞാൻ കണ്ട ഒരു അനുഭവങ്ങൾ കൊണ്ടാകും. പലരും സിംഗിൾ പാരൻറ്റിങ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നത് കണ്ടിട്ടുണ്ട്. സിംഗിൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് വെരി 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 ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അത് അനുഭവിക്കുന്നവർക്കേ അറിയാവുള്ളൂ. അതൊരു അയൺ ലേഡി ആണെന്നോ മറ്റോ ഒക്കെ നമുക്കൊരു ഇത് കിട്ടും. ഇപ്പോൾ ബോയ് ആണെങ്കിലും ശരി തന്നെ അത്രയും സ്ട്രഗിൾ ഉണ്ട് അതിനകത്ത്. അപ്പം അത്യാവശ്യം നമുക്ക് മെൻ്റൽ സപ്പോർട്ട് തന്നിട്ടില്ലെങ്കിലും ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് തരാനൊക്കെ ഈ പറയുന്ന ആൾക്ക് സാധിക്കും. അതും ചെയ്യുന്നില്ല എങ്കിൽ കുറ്റപ്പെടുത്താതെ ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കും. അങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അനുഭവിക്കുന്ന കുറേ കഥകൾ നമ്മളോട് പറയുമ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു നിരാശാബോധത്തിൽ നിന്നാണ് എനിക്ക് അത്തരക്കാരോടൊരു പുച്ഛവും വെറുപ്പും ഞാൻ ഭയങ്കര ശക്തമായി പ്രതികരിക്കുന്നത്. ചില വിഷയങ്ങളിൽ എൻ്റെ പ്രതികരണം അത്രയും ശക്തമായി പോകുന്നതിന് റീസണും അതാണ്. പലതും കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മളോട് വന്ന് പലരും പകർന്നു തരാറുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് നമ്മളിത് പറഞ്ഞെങ്കിലും ഒരു സമാധാനം കണ്ടെത്തുന്നു എന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നുമില്ല. അനീഷ് അങ്ങനെ ഒരു വ്യക്തിയല്ല എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കുട്ടികൾ അയാൾ മെൻഷൻ ചെയ്യാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളില്ല എന്നുള്ളത് പുതിയ അറിവാണ്. ആ അറിവ് തന്നതിന് നന്ദി. ശരിയാണ്, ഞാൻ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എല്ലാം തികഞ്ഞോളൊന്നും അല്ലല്ലോ. അപ്പം നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റാം. തരുന്ന ഇൻഫർമേഷൻസ് കൃത്യമായിരിക്കണമെന്നുമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ എനിക്ക് തിരുത്താനുള്ള അവസരമാണ്. ഈ കമൻ്റ് ഇട്ടവരെ ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. മേ ബി പിന്നെയും ഞാൻ കൂടുതൽ മോശം പറഞ്ഞിട്ടുണ്ടാകുമായിരുന്നു പുള്ളി. എനിക്ക് അത്രത്തോളം പുച്ഛവും വെറുപ്പുമാണ്. പേരൻസ് എന്ന് പറയുന്നത് അത് അത്രയും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഏതൊരു വ്യക്തിയോടും എനിക്ക് വെറുപ്പാണ്. അപ്പം അതാണായാലും ശരി പെണ്ണായാലും ശരി, നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ അതിന് പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു മറ്റൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പം ഞാൻ വെറുക്കാനുള്ള റീസൺ പറഞ്ഞത് കൊണ്ട് മാത്രം അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അനീഷ് എന്ന വ്യക്തിയോട് എനിക്ക് മറ്റൊരു ദേഷ്യവുമില്ല.
ആകെ ഉള്ളത് അയാൾ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ. അതിപ്പോൾ അവർ പറഞ്ഞല്ലോ, മറ്റുള്ളവരുമായി അധികം ഇടപഴകാത്ത, ആരെയും ട്രസ്റ്റ് ചെയ്യാത്ത ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് അവരുടെ ഫാമിലി എന്നവർ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതൊരു പബ്ലിക് ഷോയാണ്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ചില മാനദണ്ഡങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. ഇത്രയും പേരുമായിട്ട് ഇടപഴകി ജീവിക്കുകയും അതിനകത്ത് നമ്മളുടെ ക്വാളിറ്റി ഹൈപ്പ് ചെയ്ത് കാണിക്കുകയും ആ ഹൈപ്പ് ചെയ്ത് കാണിക്കുന്നതിൽ നിന്ന് ജനങ്ങൾ ചൂസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ബിഗ് ബോസ് എന്ന ഒരു ഷോ കൊണ്ടുള്ള ഉപയോഗം. പിന്നെ അതിനകത്ത് ഒരു ദിവസത്തേക്കാണെങ്കിലും തങ്ങിയാൽ, ആളുകളുടെ മനസ്സിൽ തങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം അവർക്കുണ്ടാകും. ഇപ്പോൾ സീസൺ വിന്നർ ആവാനിട്ട് പോലും റോബിൻ ആളുകളുടെ മനസ്സിൽ നിൽക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പം അതാണ് അതിൻ്റെ ഒരു ടാസ്കും, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇതും അത് തന്നെയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്നൊന്നും ഒരു അബദ്ധത്തിനെ തിരുത്താൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. സദയം ക്ഷമിക്കുക. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർ ക്ഷമിക്കാൻ അപേക്ഷ. എൻ്റെ കയ്യിൽ നിന്നൊരു പിഴവാണ്. എനിക്കറിയില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. സോ നിങ്ങൾ വീണ്ടും കമൻറ്റുകൾ എഴുതുക. എന്തെങ്കിലും പിഴവുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, തിരുത്തുന്നതായിരിക്കും. നന്ദി.